സൈൻലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, ഈ അദ്ദേഹത്തിന്റെ പരാമർശത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം AICC അദ്ദേഹത്തെ താക്കീത് ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളും വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല എന്നാണല്ലോ തരൂർ പറയുന്നത്. അദ്ദേഹം ആ വാർത്തകളെ അല്ലെങ്കിൽ ആ സംഭവത്തെ അതിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് ശശി തരൂർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രവർത്തക സമിതി യോഗം ചേർന്നപ്പോഴാണ് ശശി തരൂരിന്റെ നിലപാടിനെതിരെ പ്രവർത്തക സമിതി യോഗത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നത്. ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശമാണ് താക്കീതിന് കാരണമായത് എന്നുള്ളതായിരുന്നു പുറത്തു വന്ന വാർത്ത. മോദി ഇന്ത്യ പാക് സംഘർഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തു. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വമാകെ വെട്ടിലായിരുന്നു. കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു വരുന്നതിനിടയിലാണ് മോദിയെ പുകഴ്ത്തിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നത്. പ്രവർത്തക സമിതി യോഗം ചേർന്നപ്പോൾ ഇത് വലിയ വിമർശന വിധേയം ആവുകയും പാർട്ടി നിലപാടിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ടാണ് തരൂർ പറയുന്നതെങ്കിലും പാർട്ടി നിലപാടിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായി അങ്ങനെ പുറത്ത് പറയരുത്, അത് താക്കീത് ചെയ്യുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നത്. അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. താൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ പോസിറ്റീവായ ചർച്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. തന്നെ ആരും താക്കീത് ചെയ്തിട്ടില്ല എന്ന് പറയുക വഴി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞു വെക്കും എന്ന സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. താൻ പാർട്ടിയുടെ വക്താവല്ല, വ്യക്തിപരമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് പറയുക വഴി കോൺഗ്രസിന്റെ ആ നിലപാട് കോൺഗ്രസിന്റെ വക്താക്കളാണ് പറയേണ്ടത്, ഞാൻ പറയുന്നത് വ്യക്തിപരമായ കാര്യങ്ങളാണ്, അത് തുടർന്നു പോകും എന്ന ഒരു സൂചന കൂടി ശശി തരൂരിന്റെ വാക്കുകളിലുണ്ട്. ശശി തരൂരിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആദ്യമായിട്ടല്ല വെട്ടിലാകുന്നത്. പല വിഷയങ്ങളിൽ, വിദേശകാര്യവുമായി ബന്ധപ്പെട്ട വിഷയമായാലും രാജ്യത്തെ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും പലതരത്തിൽ പല ദിവസങ്ങളിലായി കഴിഞ്ഞ കുറേ കാലമായിട്ട് ശശി തരൂർ കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞു വരികയാണ്. അന്നൊന്നും ഒരു താക്കീതിന്റെ സ്വരം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അത് ഒരു ലക്ഷ്മണരേഖ ശശി തരൂർ കടന്നു എന്ന പാർട്ടി നേതൃത്വത്തിന്റെ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ താക്കീത് ചെയ്തത്. അങ്ങനെ താക്കീത് ചെയ്യുമ്പോഴും താൻ ആരും താക്കീത് ചെയ്തിട്ടില്ല, താൻ വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾ പറയുമെന്ന സൂചന കൂടി അദ്ദേഹം നേതൃത്വത്തിന് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അമൃത. ശരി, സേഫ് സൈൻലാബ്ദീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.